ഇന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു കഥ പറയുന്ന കോമഡി കലർന്ന പെരിസ് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? കഥയുടെ ചുരുക്കം എന്തെന്നാൽ, TV കാണാനിരുന്ന അച്ഛൻ മരണപ്പെട്ടു പോകുന്നു. അച്ഛൻ മരിച്ചിരിക്കുന്നത് കാണുന്ന മകൻ മറ്റൊരു കാര്യം കൂടി കാണുകയാണ്. മരിച്ചതല്ലായിരുന്നു പ്രശ്നം, മറ്റൊന്നായിരുന്നു. എന്തെന്നാൽ മരിച്ച സമയത്ത് അച്ഛന്റെ പ്രൈവറ്റ് പാർട്ട് അറ്റൻഷൻ പോസിൽ നിൽക്കുകയാണ്. അത് മറ്റുള്ളവരറിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വീട്ടുകാർക്ക് ടെൻഷനായി. ഇത്തരമൊരു നാണം കെട്ട മരണം ആ കുടുംബം എങ്ങനെ നേരിട്ടു? മാത്രമല്ല, മരിക്കുന്നതിന് മുൻപ് അച്ഛൻ അങ്ങനെ ആകാനായിട്ട് ഒരു കാരണം കാണില്ലേ? അതെന്തായിരിക്കും? നാട്ടുകാരും അറിയാതെ അയാളുടെ 2 ആൺമക്കളും അച്ഛനെ എങ്ങനെ അടക്കം ചെയ്തു എന്നതൊക്കെയാണ് ഫുൾ കഥയും. അതെന്താണെന്ന് അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് സ്ത്രീകളൊക്കെ കുളിക്കുന്ന കുളിക്കടവിലിരുന്ന് ഒളിഞ്ഞു നോക്കുന്ന രാജേഷ് എന്ന പയ്യനെയാണ്. ഈ രാജേഷിനെ കയ്യോടെ പിടികൂടുകയാണ് ഹാലസ്യം എന്ന വൃദ്ധനും. ഈ ഹാലസ്യം മാത്രമല്ല ഉണ്ടായിരുന്നത്, ഹാലസ്യത്തിന്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു, സുബ്രഹ്മണ്യനും സ്വാമിനാഥനും. സ്ത്രീകളുടെയൊക്കെ മുന്നിൽ വെച്ചാണ് രാജേഷിനെ പിടികൂടിയതും. എന്നിട്ട് രാജേഷിനെ തല്ലുകയും അവനെ ഒരുപാട് വിരട്ടുകയും ചെയ്യുന്നു. അതോടുകൂടി ഹാലസ്യം സ്ത്രീകളുടെയൊക്കെ മുന്നിൽ ഒരു സ്റ്റാറായി മാറി. എല്ലാ സ്ത്രീകളെയും നോക്കി ചിരിച്ചും കൊണ്ടാണ് ഹാലസ്യവും കൂട്ടുകാരും അവിടെ നിന്ന് പോകുന്നതും. നടന്നു പോകുന്ന സമയമെല്ലാം ഹാലസ്യത്തിനോട് സ്വാമിനാഥൻ ഒരു ഗുളികയെ പറ്റി തിരക്കുന്നുണ്ട്. അതെല്ലാം സേഫായിട്ട് എന്റെ വീട്ടിലിരിക്കുന്നുണ്ടെന്നും ഹാലസ്യം പറയുന്നു. അതിനുശേഷം വീട്ടിലെത്തി തന്റെ ചാരി കസേരയിൽ ചാരിയിരുന്ന് TVയും ഓണാക്കി വോളിയുമൊക്കെ കൂട്ടിവെച്ച് TVയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹാലസ്യം. അതേ സമയം തന്നെയായിരുന്നു ഹാലസ്യത്തിന്റെ മൂത്ത മകനായ സ്വാമിക്ക് ഈ രാജേഷിന്റെ അച്ഛനിൽ നിന്നും കോള് വരുന്നത്. രാജേഷിനെ ഹാലസ്യം തല്ലിയ കാര്യം സ്വാമിയോട് പറയുന്നു. എന്നാൽ സ്വാമിയാണെങ്കിൽ ഞാൻ ആ കാര്യം അച്ഛനോടൊന്ന് ചോദിക്കട്ടെ എന്നൊക്കെ പറയും. രാജേഷിനെ തല്ലിയത് കേട്ട് സ്വാമിക്ക് വല്ലാതെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സ്വാമി ഹാലസ്യത്തിനോട് ആ ഒരു കാര്യം തിരക്കുവാനായിട്ട് ഹാലസ്യത്തിനടുത്തേക്ക് എത്തി. എന്നിട്ട് തന്റെ അച്ഛനെ തട്ടി വിളിക്കുന്ന സമയത്ത് ഒരനക്കവുമില്ല, കണ്ണൊക്കെ തുറന്നിരിക്കുന്നു. ഇനി ചത്തുപോയി കാണുമോ എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ സ്വാമിയാണെങ്കിൽ മൂക്കിൽ കൈവച്ച് നോക്കും. അപ്പോൾ സംഭവം ശരിയാ, അച്ഛൻ മരിച്ചിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ സ്വാമിയാണെങ്കിൽ നേരെ തന്റെ ഇളയ സഹോദരനായ ദുരയെ കോൾ ചെയ്യും. ദുരയാണെങ്കിലോ മദ്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഈ ദുരൈ ഒരു തണ്ണി വണ്ടിയാണ്. അച്ഛന്റെ മരണവാർത്ത അറിഞ്ഞ ദുരൈ ഉടനെ തന്നെ മദ്യവും വാങ്ങി വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തി അച്ഛനെ നോക്കി ദുരയും സ്വാമിയും കരഞ്ഞുകൊണ്ടേ നിൽക്കും. എന്നിട്ട് ഇങ്ങനെ കിടത്തിയാൽ പറ്റില്ലല്ലോ, നമുക്ക് നേരെ കട്ടിൽ വെച്ച് കിടത്താമെന്ന് കരുതി ഹാലസ്യത്തിനെ ദുരയും സ്വാമിയും ചേർന്ന് എടുത്തുകൊണ്ടുപോയി കട്ടിൽ വെച്ച് കിടത്തുന്ന സമയത്താണ് ഒരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത്. എന്തെന്നാൽ മരിക്കുന്നതിന് മുൻപ് ഹാലസ്യത്തിന് എന്തൊക്കെയോ കുൽസിത ചിന്തകൾ വന്നെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം പ്രൈവറ്റ് പാർട്ട് അറ്റൻഷനിൽ നിൽക്കുന്നു. അത് കാണുന്ന ദുരയും സ്വാമിയും അതെങ്ങനെയെങ്കിലും മാറ്റുവാനൊക്കെ ശ്രമിക്കും. പക്ഷെ നടക്കുന്നതേയില്ല. മരിച്ച സമയത്തായതിനാൽ അതങ്ങനെ തന്നെ സ്റ്റക്കായി നിൽക്കുന്നു. സ്വാമിയാണെങ്കിൽ അച്ഛൻ മരിച്ച കാര്യം അമ്മയെയും ചെറിയമ്മയെയും അറിയിക്കും. ഇവർ 2 പേരും വീട്ടിലില്ലായിരുന്നു. എന്നാൽ വിവരമറിഞ്ഞ് വീട്ടിലേക്ക് വന്ന അമ്മയാണെങ്കിൽ ഹാലസ്യത്തിനെ കണ്ട് ഒരുപാട് കരയുവാനായും തുടങ്ങി. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ദേ മറ്റേ സംഭവം കണ്ണിൽ കാണുന്നതും. ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച ഹാലസ്യത്തിന്റെ ഭാര്യയാണെങ്കിൽ ഒരു ഉലക്ക എടുത്തുകൊണ്ടുവന്ന് ഉരുട്ടി അതെങ്ങനെയെങ്കിലും മാറ്റുവാനായി നോക്കും. പക്ഷേ എന്നിട്ടും ഒരു വഴിയുമില്ല. എന്നിട്ട് അമ്മ ചോദിക്കും, അച്ഛന്റെ അരയില് ഒരു അരഞ്ഞാണമില്ലേ, ആ അരഞ്ഞാണം വെച്ച് കെട്ടിയാലോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ചെറിയമ്മയും പറയും, ആ ശരിയാ, ആ ഒരു വെള്ളി അരഞ്ഞാണമില്ലേ, അതെടുത്ത് വെച്ച് കെട്ടി നേരെയാക്കുവാനായിട്ടും ചെറിയമ്മ പറയുന്നു. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അമ്മ ചോദിക്കുന്നുണ്ട്, അരയിൽ കിടക്കുന്നത് വെള്ളി അരഞ്ഞാണമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ അത് കേട്ട് ചെറിയമ്മ പറയുന്നത്, അതെങ്ങനെ അറിഞ്ഞെന്നുള്ളത് അറിയാനല്ലേ ഇപ്പോൾ അത്യാവശ്യം, ആദ്യം ഈ കാര്യം നേരെയാക്കെന്നും ചെറിയമ്മ പറയുന്നു. അതൊന്നും ശരിയാകില്ല എന്ന് ചിന്തിച്ച് സ്വാമിയും ദുരയും ഉടനെ തന്നെ അമ്മയും ചെറിയമ്മയും പുറത്താക്കിയിട്ട് ടേപ്പ് വെച്ച് എങ്ങനെയെങ്കിലും ചുറ്റിയത് താഴെയാക്കാമെന്ന് ചിന്തിക്കുന്നു. പക്ഷേ ടേപ്പ് വെച്ച് ചുറ്റുന്ന സമയത്തും ടേപ്പ് പൊട്ടി പൊട്ടി പോവുകയാണ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ചിന്തിക്കും. എന്നാൽ അമ്മയും ചെറിയമ്മയും ചിന്തിക്കുന്നത്, ഈ ഒരു വിധത്തിൽ ഹാലസ്യം മരിച്ച കാര്യം നാട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിന്റെ മാനവും മര്യാദയും എല്ലാം കപ്പലേറില്ലേ എന്നാണ് അവർ ചിന്തിക്കുന്നതും. അതെല്ലാം ചിന്തിച്ച് ദുരൈ ഉടനെ തന്റെ വൈഫായിട്ടുള്ള ശാന്തിയെ വിളിക്കുവാനായും തീരുമാനിക്കുന്നു. അപ്പോൾ സ്വാമിയാണെങ്കിൽ, നീ ഈ ഒരു കാര്യം നിന്റെ വൈഫിനോട് പറയാൻ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല, അവൾ നിൽക്കുന്ന ആ ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയുടെ തൊട്ടടുത്തായിട്ട് ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിനെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് അവളോട് പറയാം. ഡോക്ടർ വിചാരിച്ചാൽ ഇതെന്തെങ്കിലും ശരിയാക്കാൻ പറ്റിയാലോ എന്നാണ് ദുരൈ ചിന്തിക്കുന്നതും. എന്നാൽ ശാന്തിയോട് അച്ഛന്റെ ഈ ഒരു കാര്യം പറയണ്ട എന്ന് തീരുമാനിച്ച സ്വാമിയാണെങ്കിൽ ദുരൈയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി സ്വാമി ഫോൺ വിളിക്കും.
എന്നിട്ട് ശാന്തിയോട് അച്ഛൻ മരിച്ച കാര്യം പറയുന്നു. പിന്നെ വരുന്ന സമയത്ത് അടുത്തുള്ള ഡോക്ടറിനെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് ശാന്തിയോട് പറയും. അപ്പോൾ ശാന്തി ചോദിക്കുന്നത്, അച്ഛൻ മരിച്ചത് കൺഫേം അല്ലേ, പിന്നെ എന്തിനാ ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വരുന്നത് എന്ന് ചോദിക്കുന്നു. ശാന്തിയുടെ ചോദ്യങ്ങൾക്കൊന്നും സ്വാമിയുടെ കയ്യിൽ ഉത്തരമില്ലായിരുന്നു. ശാന്തി എല്ലാവരെയും വിവരമറിയിക്കാമെന്ന് പറയുന്ന സമയത്തും സ്വാമി പറയുന്നത്, ആരെയും വിവരമറിയിക്കേണ്ട, നീ ഇങ്ങ് വന്നാൽ മതി, എന്നിട്ട് പിന്നീട് നമുക്ക് തീരുമാനിക്കാമെന്നും ശാന്തിയോട് പറയുന്നു. എന്നാൽ അതേ സമയം തന്നെ ഈ ഹാലസ്യത്തിന്റെ വീട്ടില് എന്തോ സംഭവിച്ചുവെന്ന് മണം പിടിച്ച് അടുത്ത വീട്ടിലെ കമല എന്നൊരു ആന്റി എത്തുകയാണ്. കമല ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ നിന്നൊരു കരച്ചിലൊക്കെ കേട്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വാമി പറയുന്നത്, അതോ അമ്മ ഒന്ന് കാല് തന്നെ വീണതാ, അതുകൊണ്ട് വിളിച്ചതാണെന്നും സ്വാമി പറയും. ദുരയുടെ ബെസ്റ്റ് ഫ്രണ്ടായ അമീനും അവിടേക്ക് വരും. നിന്റെ അച്ഛന് എന്ത് സംഭവിച്ചു എന്ന് പറയുന്ന സമയത്ത് ദുരൈ ഉടനെ തന്നെ അമീനെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ സ്വാമി ചോദിക്കുന്നുണ്ട്, ഇവനോട് ആരാ ഈ കാര്യമൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ദുരൈ പറയുന്നുണ്ട്, അതോ അമീൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞതാ, അല്ല അവൻ ഈ കാര്യം വേറെ ആരടുത്തും പറയില്ല എന്ന് പറയുമ്പോൾ അമീൻ പറയും, എടാ നമുക്ക് സ്ഥിരമായിട്ട് കള്ള് വാങ്ങി തരുന്നൊരു ചേട്ടനില്ലേ, ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു പോയടാ. ഇല്ല, പക്ഷെ ആ ചേട്ടൻ വേറെ ആരടുത്തും പറയത്തില്ലടാ, ഉറപ്പാണെന്നും അമീനാണെങ്കിൽ ദുരയോട് പറയുന്നു. എന്നാൽ ദുരയാണെങ്കിൽ ഉടനെ തന്നെ അമീനെയും കൂട്ടി ഹാലസ്യത്തിനടുത്തേക്ക് പോകും. ഹാലസ്യം ഇരിക്കുന്ന അവസ്ഥ കണ്ട് അമീൻ ഞെട്ടിപ്പോകും. എന്താടാ ഈ സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് അമീൻ ചോദിക്കുന്നതും. ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത്, ആരോടും ഈ കാര്യം പറയരുതെന്ന്. ഓരോരുത്തർ ഇതുപോലെ മണം പിടിച്ച് വരുന്നതറിഞ്ഞ് ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല, എന്തെങ്കിലും ചെയ്യണമെന്ന് ചിന്തിച്ച് ഉടനെ തന്നെ സ്വാമി ഡോക്ടറിനെ വിളിക്കും. ഡോക്ടറാണെങ്കിൽ പറയുന്നത് താൻ വീട്ടിലേക്ക് വന്നെന്ന് നോക്കത്തില്ല, വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ടും പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ദുരയും അമീനും ചേർന്ന് ഒരു ഓട്ടോ വിളിച്ചു കൊണ്ടുവരും. അങ്ങനെ അച്ഛനെ ഓട്ടോയിലേക്ക് കൊണ്ടുപോകുവാനാണ് അവർ തീരുമാനിക്കുന്നതും. പക്ഷെ ഓട്ടോക്കാരൻ ഇത് അറിയാതിരിക്കണമല്ലോ, അതുകൊണ്ട് ഒരു ബക്കറ്റ് എടുത്ത് പ്രൈവറ്റ് പാർട്ടിന്റെ ഭാഗത്തേക്ക് വെച്ചു. എന്നിട്ട് പറയുന്നത്, അച്ഛൻ കുടിച്ച് ബോധമില്ലാതിരിക്കുകയാ, ഛർദിക്കുന്ന സമയത്ത് ഈ ബക്കറ്റ് എടുത്ത് വെച്ചു കൊടുക്കാമല്ലോ എന്നാണ് ഓട്ടോക്കാരനോട് ഇവർ കള്ളം പറയുന്നതും. അതേ സമയം തന്നെയായിരുന്നു സ്വാമിയുടെ വൈഫായിട്ടുള്ള റാണി സ്വാമിയെ ഫോൺ വിളിച്ചിട്ട്, നിങ്ങളുടെ അച്ഛൻ മരിച്ചു പോയില്ലേ, എന്നിട്ട് എന്നോട് എന്താ ഒരു കാര്യം പറയാത്തത് എന്ന് ചോദിക്കുമ്പോൾ സ്വാമി പറയുന്നത്, എടി നീ ആദ്യം വീട്ടിലേക്ക് വാ, എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും മനസ്സിലാക്ക്, എന്നിട്ട് ബാക്കി സംസാരിക്കാമെന്നും സ്വാമി റാണിയോട് പറയുന്നു. അങ്ങനെ അച്ഛനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തി. അച്ഛനെ ഓട്ടോയിലിരുത്തിയിട്ട് അമീനോട് നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടാണ് സ്വാമിയും ദുരയും ഡോക്ടറിനെ കാണുവാനായിട്ട് പോയത്. എന്നാൽ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ഒരു ലേഡി ഡോക്ടർ ഇരിക്കുന്നത് അവർ കാണുന്നത്. ഈ ദുരയാണെങ്കിൽ എപ്പോഴും മദ്യപിച്ചാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോധമില്ലാത്ത ദുരയാണെങ്കിൽ ആ ഡോക്ടറിനോട് അച്ഛൻ എന്താണ് സംഭവിച്ചതെന്ന് അങ്ങ് എടുത്തു ചാടി പറയുന്നു. അത് കേൾക്കുന്നതും സ്വാമിക്ക് വല്ലാതെ ദേഷ്യം വരും. ഡോക്ടറിനോട് എങ്ങനെ അത് പറയുമെന്നിരിക്കുകയായിരുന്ന സ്വാമി ഇത് കേട്ടതും ദേഷ്യം വന്ന്, നീ പുറത്തു പോയിന്നില്ലേ, ഞാൻ ഡോക്ടറിനെ കൂട്ടിവരാമെന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ദുരയെ പുറത്തേക്ക് അയക്കും. എന്നാൽ ദുരയാണെങ്കിൽ അപ്പോഴും മദ്യപിച്ചുകൊണ്ടാണ് നടന്നു വരുന്നതും. ദുരൈ ഉടനെ തന്നെ ഓട്ടോയ്ക്കടുത്തെത്തിയതും ദുരയുടെ കൈ തട്ടി ആ ഒരു ബക്കറ്റ് താഴേക്ക് പോകുന്നു. അതോടുകൂടി അച്ഛൻ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ഓട്ടോക്കാരന് മനസ്സിലായി. എന്നാൽ ഓട്ടോക്കാരൻ എല്ലാം മനസ്സിലാക്കിയിട്ട് ഉടനെ തന്നെ അതിനൊരു പരിഹാരം കാണുവാനായിട്ട്, നമുക്ക് മൃഗഡോക്ടറിന്റെ അടുത്തേക്ക് പോയാലോ, അവിടെ ചെന്നാൽ എന്തെങ്കിലും വഴി കിട്ടുമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഓട്ടോക്കാരനാണെങ്കിൽ ഇവരെയും കൂട്ടി മൃഗഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. എന്നാൽ ഇവർ പോയ കാര്യം സ്വാമി അറിഞ്ഞില്ലല്ലോ. സ്വാമി ഡോക്ടറിനോട് കാര്യമൊക്കെ അവതരിപ്പിച്ചിട്ട് പുറത്തേക്ക് വന്ന സമയത്ത് ദേ ഓട്ടോയുമില്ല, അച്ഛനുമില്ല, ആരുമില്ല. ഉടനെ തന്നെ സ്വാമിയാണെങ്കിൽ ദുരയെ കോള് ചെയ്യും. അപ്പോൾ ദുര പറയുന്നത്, ദേ ഇതിനൊരു വഴി കണ്ടെത്തി തരാമെന്ന് ഓട്ടോക്കാരൻ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ മൃഗഡോക്ടറിന്റെ അടുത്ത് നിൽക്കുകയാണെന്ന് പറയും. എന്നാൽ അത് കേട്ട് ദേഷ്യം വന്ന സ്വാമിയാണെങ്കിൽ എത്രയും വേഗം അച്ഛനെയും കൂട്ടി വരുവാനായും പറയും. ഇവരുടെ സംസാരങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നിന്ന ഡോക്ടർ പറയും, എനിക്ക് ഒരുപാട് പേഷ്യന്റിന് നോക്കാനുണ്ട്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എന്റെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, അപ്പോൾ അച്ഛനെ നോക്കാം, നിങ്ങളുടെ നമ്പർ നഴ്സിന്റെ കൈവശം ഏൽപ്പിക്കുവാനും പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നതും. അപ്പോൾ നഴ്സ് പറയുന്നത്, നിങ്ങളുടെ അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളുടെ അച്ഛൻ മരിച്ചുവെന്ന് ഉറപ്പുവരുത്തണം, അത് ഉറപ്പുവരുത്താനായിട്ട് ഒരു ഡോക്ടർ അവിടേക്ക് വരും, വൈകുന്നേരം വരുമെന്നും നഴ്സ് പറയുന്നു. അപ്പോൾ സ്വാമി പ്രത്യേകം പറയുന്നുണ്ട്, ഒരു ഫീമെയിൽ ഡോക്ടറിനെ അയക്കരുതേ, ഒരു മെയിൽ ഡോക്ടറിനെ അയക്കാവൂ എന്നും പ്രത്യേകം പറയും. അതിനുശേഷം ദുരയെ കോൾ ചെയ്തിട്ട് അച്ഛനെ എത്രയും വേഗം വീട്ടിലേക്ക് കൊണ്ടുവരുവാനായും പറഞ്ഞു. സ്വാമി പറഞ്ഞതനുസരിച്ച് ദുരയും അമീനും ആ ഓട്ടോക്കാരനും ഉടനെ തന്നെ അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് വരും. എന്നാൽ ദുരൈ പറയുന്നുണ്ട്, അച്ഛനെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഉറപ്പായും ആ കമലാന്റി ഇത് കാണരുതെന്ന്. അങ്ങനെ ആ ഓട്ടോക്കാരനാണെങ്കിൽ എങ്ങനെയോ ഷീറ്റൊക്കെ ഇട്ട് മറച്ചാണ് അച്ഛനെ അകത്തേക്ക് കൊണ്ടുപോയതും. അച്ഛനെ അകത്ത് കൊണ്ടുവന്ന് കിടത്തിക്കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞതും സ്വാമിയുടെ വൈഫായിട്ടുള്ള റാണിയും ദുരയുടെ വൈഫായിട്ടുള്ള ശാന്തിയും വീട്ടിലേക്ക് വന്നു.
അതേസമയം തന്നെയായിരുന്നു ഹാലിസത്തിന്റെ മരണം ഉറപ്പാക്കുന്നതിനും ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനുമായിട്ട് ഒരാൾ അവിടേക്ക് വരുന്നതും. അയാൾക്ക് ഹാലിസത്തിനെ മുൻപേ അറിയാം. അത്യാവശ്യം പേരുകേട്ട ആളാണല്ലോ ഈ ഹാലസ്യം. അങ്ങനെ അയാൾ ചോദിക്കുന്നുണ്ട്, ഹാലസ്യം മരിച്ച കാര്യം എന്താ മറ്റുള്ളവരെ ആരെ അറിയിക്കാത്തത്? ഇവിടെയെങ്ങും വേറെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് സ്വാമി പറയുന്നത്, അത് ഞങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ തുടങ്ങുകയായിരുന്നുവെന്നും സ്വാമി പറയും. അപ്പോൾ ഉടനെ തന്നെ അയാളാണെങ്കിൽ ഞാൻ എല്ലാവരെയും അറിയിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുവാനായി തുടങ്ങുന്ന സമയം തന്നെ സ്വാമിയും ദുരയും പറയുന്നത്, ആദ്യം നിങ്ങൾ വന്ന് അച്ഛനെ ഒന്ന് കാണ്, എന്നിട്ട് എല്ലാവരെയും അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അയാളെയും കൂട്ടി റൂമിലേക്ക് വരും. എന്നാൽ ഈ ഹാലിസത്തിന്റെ ഭാര്യയാണെങ്കിൽ വരുന്ന ആളാണെങ്കിൽ ഹാലിസത്തിന്റെ പ്രൈവറ്റ് പാർട്ട് അങ്ങനെ നിൽക്കുന്നത് കാണാതിരിക്കുവാൻ വേണ്ടിയിട്ട് അതിന് മീതെ കിടന്ന് കരയുകയാണ്. എന്നാൽ അത് കാണുന്ന ശാന്തിയും റാണിയും പിന്നെ അവരുടെ ചെറിയമ്മയും ഹാലിസത്തിന്റെ ഭാര്യയുടെ മുകളിലൂടെ കിടന്ന് കരയുന്നു. ആ വന്ന ആളാണെങ്കിൽ അവരുടെ കൈവശം ഒരു ഫോമും കൊടുത്തിട്ട് നിങ്ങളിത് ഫില്ല് ചെയ്ത് വെച്ചേരാ, വൈകുന്നേരം ഡെത്ത് സർട്ടിഫിക്കറ്റും തരാമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതും. എന്നാൽ ഈ ഹാലിസത്തിന് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ. ഈ ഫ്രണ്ട്സ് ആണെങ്കിൽ കുറെ നേരമായിട്ടും ഹാലിസത്തിനെ കാണാത്തത് കൊണ്ട് ഹാലിസ്യം എവിടെ പോയി കാണും എന്നൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. എന്നാൽ ഇവിടെ ഹാലിസത്തിന്റെ വീട്ടിലാണെങ്കിൽ ഹാലിസത്തിന്റെ പ്രൈവറ്റ് പാർട്ട് എങ്ങനെയെങ്കിലും കെട്ടി ഒതുക്കി വെക്കാമെന്ന് തീരുമാനിച്ച് സ്വാമിയും ദുരയും ചേർന്ന് വീണ്ടും ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നു. അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ഒതുങ്ങിയിരുന്നത് കാണുമ്പോൾ സ്വാമി പറയുന്നുണ്ട്, നമുക്ക് എല്ലാവരെയും വിവരം അറിയിക്കാം. ആദ്യം നീ പോയി കമല ആന്റിയോട് പറ എന്ന് പറയും. കമല ആന്റിയോട് പറയുവാനായിട്ട് ദുര പോകുന്ന സമയം തന്നെയായിരുന്നു ആ ടേപ്പ് പൊട്ടി വീണ്ടും ആ സാധനം അങ്ങനെ തന്നെ നിൽക്കുന്നതും. അത് കാണുന്ന അമീനാണെങ്കിൽ ഉടനെ തന്നെ ദുരയ്ക്ക് അടുത്തേക്ക് വന്നിട്ട്, എടാ നീ ആരോടും പറയണ്ട, ദേ വീണ്ടും വന്ന് നോക്കിയെന്ന് പറയുമ്പോൾ വീണ്ടും അത് അതുപോലെ നിൽക്കുന്നതും ദുരയെ കാണുന്നു. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ എല്ലാവരും ചിന്തിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഹാലസ്യത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ നമ്മള് ഇങ്ങനെ ചുടുകാട്ടിലേക്ക് എടുത്തുകൊണ്ട് പോയാൽ നാട്ടുകാരെല്ലാവരും എന്ത് പറയും? എന്ത് മര്യാദയോടെ ജീവിച്ച മനുഷ്യനാ, ഇത്രയും ഒരു മോശപ്പെട്ട മരണമായിരിക്കണമോ തന്റെ ഭർത്താവിന് കിട്ടേണ്ടത് എന്ന് പറഞ്ഞാണ് ഹാലസ്യത്തിന്റെ ഭാര്യ കരയുന്നതും. എന്നാൽ അത് കാണുന്ന ദുരയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും വല്ല മന്ത്രവാദിയോ വല്ലതും വിളിച്ചുകൊണ്ടുവരാം, അയാൾ വിചാരിച്ചാൽ വല്ലതും നടന്നാലോ എന്ന് ദുരൈ പറയുമ്പോൾ സ്വാമി പറയുന്നത്, അതൊന്നും വേണ്ട, ഏതെങ്കിലും ഡോക്ടർ വിചാരിച്ചാലേ ഇത് നടക്കൂ, നമുക്ക് എന്തായാലും ഡോക്ടറിനെ വിളിക്കാമെന്നും സ്വാമി പറയും. എന്നാൽ സ്വാമി പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കാത്ത ദുരയാണെങ്കിൽ ഉടനെ തന്നെ വല്ല മന്ത്രവാദിയും കൂട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞ് അമീനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. പോകുന്ന വഴിയിൽ രാജേഷും രാജേഷിന്റെ കൂട്ടുകാരും ഇരുന്ന് മദ്യപിക്കുകയാണ്. രാജേഷ് പറയുന്നത്, എന്നെ തല്ലിയ ആ കിളവനെ ഞാൻ നാണം കെടുത്താതെ അടങ്ങില്ല, ആ കിളവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാളുടെ മുണ്ട് ഞാൻ വലിച്ചഴിക്കുമെന്നും രാജേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ദുരൈ അവരുടെ അടുത്തേക്ക് വന്നിട്ട് ഒരു മന്ത്രവാദിയുടെ വീട് ചോദിക്കും. എന്നാൽ രാജേഷിന് അതൊന്നും അറിയത്തില്ല. അത് കേൾക്കുന്ന ദുരയാണെങ്കിൽ രാജേഷിന്റെ കവളിനിട്ടൊന്ന് കൊടുത്തിട്ട് അവന്റെ കയ്യിലിരുന്ന മദ്യക്കുപ്പി വാങ്ങിക്കൊണ്ടാണ് ദുരൈ അവിടെ നിന്ന് പോകുന്നതും. അത് കാണുന്ന രാജേഷിന്റെ കൂട്ടുകാരാണെങ്കിൽ രാജേഷിനെ കളിയാക്കി ചിരിക്കും. അതേ സമയമായിരുന്നു അച്ഛനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡോക്ടർ അവിടേക്ക് വരുന്നതും. ആ ഡോക്ടറിനെ സ്വാമി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഡോക്ടർ പറയുന്നത്, ഇനി ഒരു വഴിയേ ഉള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ഓപ്പറേഷൻ ചെയ്ത് മുറിച്ചു മാറ്റി സ്റ്റിച്ച് ചെയ്ത് വെക്കാമെന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ട് ഹാലസ്യത്തിന്റെ ഭാര്യ പറയുന്നത്, അതൊന്നും വേണ്ട, എന്റെ ഭർത്താവിനെ കുത്തിക്കീറാനെന്നും ഞാൻ സമ്മതിക്കത്തില്ല എന്നും ഡോക്ടറിനോട് ഹാലസ്യത്തിന്റെ ഭാര്യ പറയും. ഡോക്ടർ വന്ന് കുറച്ചു കഴിഞ്ഞതും ദുരയും അമീനും ഒരു മന്ത്രവാദി അവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഡോക്ടറാണെങ്കിൽ അതേസമയം തന്റെ കോട്ടും എടുത്ത് മടിയിൽ വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. വന്നു കയറി മന്ത്രവാദി വിചാരിച്ചത് ഈ ഡോക്ടറിനായിരിക്കും അങ്ങനത്തെ പ്രശ്നമെന്ന്. ഉടനെ തന്നെ മന്ത്രവാദി ഓടി വന്ന് തന്റെ കൈവശമുണ്ടായിരുന്ന ഒരു കട്ടയെടുത്ത് ഡോക്ടറിന്റെ ഇടുപ്പിന് താഴേക്ക് ഇടിക്കുന്നു. ഡോക്ടറാണെങ്കിൽ ഞെട്ടി എഴുന്നേൽക്കുകയാണ്. ഡോക്ടറിന് വല്ലാതെ ദേഷ്യം വരും. ഇതെന്ത് ഫാമിലിയാ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങോട്ടൊരു കാര്യത്തിന് വരില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പിണങ്ങി പോവുകയാണ്. സ്വാമി എത്ര പിടിച്ചു നിർത്താൻ നോക്കിയിട്ടും ഡോക്ടർ ദേഷ്യപ്പെട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. എന്നാൽ ഈ വന്ന മന്ത്രവാദിയാണെങ്കിൽ ഹാലസ്യത്തിനടുത്തേക്ക് എത്തി ഹാലസ്യത്തിനടുത്ത് കുറെ മന്ത്രങ്ങളൊക്കെ ചെയ്തു നോക്കി. എന്നിട്ടും ഒരു വഴിയുമില്ല, അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഒടുവിൽ ആ മന്ത്രവാദി പറയും, ഇനി ഒരു വഴിയേ ഉള്ളൂ, ഇതെങ്ങനെയെങ്കിലും മാറണമെങ്കിൽ നിന്റെ അമ്മ വിചാരിക്കണമെന്നും ദുരയോട് പറയും. അത് കേട്ടതും സ്വാമിക്ക് വല്ലാത്ത ദേഷ്യം വരും. സ്വാമിയാണെങ്കിൽ ആ ഒരു മന്ത്രവാദിക്കിട്ട് ഒരുപാട് കൊടുക്കും. ദേഷ്യം വന്ന് മന്ത്രവാദി പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ദുരൈ എങ്ങനെയെങ്കിലും മന്ത്രവാദിയെ സമാധാനിപ്പിക്കുവാനായിട്ട് മന്ത്രവാദിയുടെ പിന്നാലെ പോകുന്നു. അതേസമയം തന്നെയായിരുന്നു അമീന്റെ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ദുരയുടെ അച്ഛൻ മരിച്ച കാര്യം അമീൻ അറിഞ്ഞെന്ന് പറഞ്ഞിരുന്നല്ലോ സിനിമയുടെ തുടക്കത്തിലെ. അതേ ഫ്രണ്ട് ആണെങ്കിൽ ഒരു കാറിലാണെങ്കിൽ ഒരു മൈക്ക് സെറ്റും വെച്ച് കെട്ടിയിട്ട് ദുരയുടെ അച്ഛൻ മരിച്ച കാര്യം അനൗൺസ് ചെയ്തുകൊണ്ടേ വന്നു. ഹാലസ്യത്തിന് ആ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് എല്ലാ ആളുകളും ഹാലസ്യം മരിച്ചതറിഞ്ഞ് വീട്ടിലേക്ക് ഓടി വരികയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുകയായിരുന്ന സ്വാമിയും ദുരയും അമീനും കൂടി പെട്ടെന്ന് തന്നെ അച്ഛനെ റെഡിയാക്കി ഹാളിലുള്ള ഒരു ചെയറിൽ കൊണ്ടുവന്നിരുത്തും. എന്നിട്ട് അച്ഛൻ
അച്ഛന്റെ പ്രൈവറ്റ് പാർട്ട് അങ്ങനെ നിൽക്കുന്നത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അടുത്തേക്ക് ഒരു ചെറിയൊരു ടേബിളും വലിച്ചു കൊണ്ടുവന്നിടും. നാട്ടുകാരൊക്കെ വന്നിട്ട് എന്തിനാ ഹാലസത്തിനെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛന് ടീച്ചർ ആകണമെന്നായിരുന്നു ആഗ്രഹം. അത് നടക്കാതെ പോയത് കൊണ്ട് അച്ഛൻ മുൻപ് ഞങ്ങളോട് പറയുമായിരുന്നു, അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനെ ഒരു ടീച്ചറിനെ പോലെ ഇരുത്തിയിട്ട് വേണം അടക്കം ചെയ്യാനെന്ന്. അതുകൊണ്ട് തന്നെയാ അച്ഛനെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നെന്നുള്ള കാര്യവും സ്വാമിയും ദുരയും ഒക്കെ നാട്ടുകാരോട് പറയുന്നു. നാട്ടുകാരെല്ലാവരും അത് വിശ്വസിച്ചു. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരോടും ആര് ചോദിച്ചാലും അങ്ങനെ മാത്രമേ പറയാവോളെന്നും സ്വാമിയും ദുരയും ബാക്കിയുള്ളവരോട് പറഞ്ഞു. അവരതുപോലെ തന്നെ അനുസരിക്കുകയാണ്. പിന്നീട് വന്ന ആളുകളോടെല്ലാം അത് തന്നെയാണ് പറഞ്ഞതും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു വിവരമറിഞ്ഞ് ഹാലസത്തിന്റെ സഹോദരൻ അവിടേക്ക് വരുന്നതും. ഇവർ രണ്ടുപേരും വർഷങ്ങളായി പിണക്കത്തിലായിരുന്നു. എന്നാൽ ദേ ഇപ്പോൾ വിവരമറിഞ്ഞെത്തിയിരിക്കുകയാണ് ഹാലസത്തിന്റെ സഹോദരനും. സഹോദരൻ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്? അപ്പോൾ സ്വാമിയും ദുരയും പറയുന്നത് അതോ അച്ഛന് ഒരു സാറാകണമെന്നായിരുന്നു ആഗ്രഹം, അത് നടക്കാത്തത് കൊണ്ടാ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതും. അച്ഛന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു താൻ ഒരു സാറിനെ പോലെ ഇരിക്കണമെന്നും, അതുകൊണ്ടാണെന്നും പറയുന്ന സമയത്ത് അത് കേട്ട് ഹാലസത്തിന്റെ സഹോദരൻ ചോദിക്കുന്നത്, അല്ല അതിനെന്റെ ചേട്ടനാണെങ്കിൽ 8ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ, അങ്ങനെയുള്ള ഒരാള് എങ്ങനെയാ ഒരു സാറായി മാറുന്നത്? അപ്പോൾ അത് കേട്ട ഉടനെ സ്വാമിയും ദുരയും ട്രാക്ക് മാറ്റി. അച്ഛനെ സാറാകണമെന്ന് മാത്രമല്ല ആഗ്രഹമുണ്ടായിരുന്നത്, അച്ഛനൊരു പോലീസ് ആകണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. അതും അങ്കിളിനെ പോലെ തന്നെ ടേബിളിൽ ഇരിക്കണമെന്നും ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നതെന്നും ഹാലസത്തിന്റെ സഹോദരനോട് സ്വാമിയും ദുരയും പറയും. എന്നാൽ അതൊന്നും വിശ്വസിക്കുവാനായിട്ട് ഹാലസത്തിന്റെ സഹോദരനാണെങ്കിൽ കൂട്ടാക്കുന്നില്ല. അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളൊക്കെ തോന്നുന്നു. മാത്രവുമല്ല ഒരു ഫ്രീസർ ഏർപ്പാടാക്കുവാനായിട്ടും സ്വാമിയും ദുരയും പറയും. അല്ല, നാളെ അടക്കം ചെയ്യുന്ന ആളിനെ എന്തിനാ ഫ്രീസറിൽ കിടത്തുന്നതെന്നും ഹാലസത്തിന്റെ സഹോദരൻ ചോദിക്കുന്ന സമയത്ത് വീണ്ടും അവർ ട്രാക്ക് മാറ്റും. അവർ പറയുന്നത് അച്ഛനെ അവസാനമായിട്ട് വേറൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അച്ഛന് കാശ്മീരിൽ പോകണം, പിന്നെ മഞ്ഞിലൊക്കെ കളിക്കണമെന്ന ആഗ്രഹമുണ്ട്. അത് നടക്കാത്തത് കൊണ്ടാ അച്ഛനെ ഫ്രീസറിലേക്ക് മാറ്റുന്നതെന്നും സ്വാമിയും ദുരയും പറയും. എന്നാൽ ഹാലസത്തിന്റെ സഹോദരന്റെ സംശയം കൂടി വന്നുകൊണ്ടേയിരുന്നു. അന്നേ ദിവസം രാത്രിയായി. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ദുരയ്ക്കടുത്തേക്ക് സ്വാമി എത്തുകയാണ്. എന്നിട്ട് അച്ഛനെ കുറിച്ച് രണ്ടുപേരും സംസാരിക്കും. അപ്പോൾ ദുരൈ പറയുന്നത് അച്ഛനെ ചേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പണ്ട് കുഞ്ഞുനാളില് ചേട്ടനെ ഓർമ്മയുണ്ടോ? ദേ ഇവിടെ നിൽക്കുന്ന ഈ മരത്തിന് മുകളില് ചേട്ടൻ കയറി കളിച്ച സമയത്ത് ചേട്ടൻ കാല് തന്നെ തറയിൽ വീണു. ചേട്ടന്റെ കാലിലൊക്കെ ഒരുപാട് മുറിവ് പറ്റി. അച്ഛൻ ചേട്ടനെയും എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരുന്നു. ചേട്ടന് ചെറിയൊരു മുറിവ് പറ്റിയത് അച്ഛന് താങ്ങാനായില്ലല്ലോ. അച്ഛൻ ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ എന്നെ ഒരുപാട് അടിക്കും, പക്ഷെ ഇന്ന് വരെയും ചേട്ടനെ ഒന്ന് അടിച്ചു പോലും അച്ഛൻ നോവിച്ചിട്ടില്ലല്ലോ. അച്ഛന് ചേട്ടനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം ദുരൈ പറയുന്നു. എന്നാൽ അത് കേട്ട് സ്വാമിക്ക് വല്ലാതെ സങ്കടം വരും. കാരണം അവസാന നിമിഷം പോലും സ്വാമി അച്ഛന് ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അച്ഛന്റെ സ്വഭാവം കാരണം എപ്പോഴും സ്വാമി ദേഷ്യപ്പെടാറാണുള്ളത്. അതുകൊണ്ട് സ്വാമി അച്ഛനെ ഓർത്ത് ഒരുപാട് സങ്കടപ്പെടുകയാണ്. അന്നേ ദിവസം ബോഡി ഫ്രീസറിലേക്ക് മാറ്റിയല്ലോ. വരുന്ന ആളുകളൊന്നും പ്രൈവറ്റ് പാർട്ട് അങ്ങനെ നിൽക്കുന്നത് കാണാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഫ്രീസറിന് മുകളിലൂടെ ഒരു ചുമന്ന തുണി വിരിച്ചു. അതും തല മാത്രം കാണാൻ പറ്റുന്ന വിധത്തിലാണ് അവരങ്ങനെ സെറ്റ് ചെയ്തു വെച്ചതും. അത് കാരണം ആർക്കും തന്നെ സംശയം തോന്നിയതേയില്ല. അടുത്ത ദിവസവും ഹാലസത്തിന്റെ ഡെഡ് ബോഡിക്ക് അടുത്തേക്ക് എത്തുന്ന ഹാലസത്തിന്റെ സഹോദരനാണെങ്കിൽ ആ ഒരു പ്രൈവറ്റ് പാർട്ട് അങ്ങനെ നിൽക്കുന്നത് കാണും. അത് കാണുന്ന അയാളാണെങ്കിൽ അത് വിളിച്ചു പറയുന്ന സമയത്ത് ഉടനെ അമീൻ തന്നെ വന്ന് അയാളെ തടയും. എന്നിട്ട് അമീനോട് അയാൾ ആ കാര്യം പറയുന്ന സമയത്ത് അതോ നിങ്ങൾക്ക് മാത്രമാണല്ലോ അങ്ങനെ തോന്നുന്നത്, ഞങ്ങൾക്കാർക്കും അങ്ങനെ തോന്നില്ലല്ലോ, അത് നിങ്ങളുടെ പ്രശ്നമാ, നിങ്ങൾക്ക് എന്തോ മാരകമായിട്ടുള്ള അസുഖമുണ്ടെന്നും അമീൻ വെറുതെ അയാളോട് പറഞ്ഞ് അയാളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. കാരണം അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അയാൾക്ക് തോന്നുന്നതാണെന്നും അയാൾ അങ്ങ് വിശ്വസിക്കും. അതേ സമയം തന്നെയായിരുന്നു ഈ രാജേഷും കൂട്ടരും എങ്ങനെയെങ്കിലും ഹാലസത്തിനെ അപമാനിക്കണം, ഹാലസത്തിന്റെ മുണ്ട് പറിച്ചു കളയണമെന്ന വാശിയിൽ ഹാലസത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് മരണ വീട്ടിലേക്ക് എത്തുന്നതും. എന്നാൽ അതേസമയം വേറെ കുറച്ച് കാര്യം കൂടി സംഭവിക്കുന്നു. ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഒരാൾ വരുമെന്ന് പറഞ്ഞില്ലേ, അയാളും അവിടേക്ക് വരും. എന്നാൽ ഹാലസത്തിന്റെ ഡെഡ് ബോഡി പുറത്തെടുക്കാതെ അങ്ങനെ തന്നെ കിടത്തിയിരിക്കുന്നതൊക്കെ കണ്ട് വല്ലാത്ത സംശയം അയാൾക്കും ഉണ്ടാകും. മാത്രമല്ല കമലയും അവരുടെ സംശയം അയാളോട് പറയുന്നു. എനിക്കെന്തോ സംശയം തോന്നുകയാണ്, ഇതിലെന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ടെന്നും കമലയും പറയുന്നു. കമലയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ളൊരു വാശിയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ആ ഒരു ഫ്രീസർ കൊണ്ടുവന്ന ആളില്ലേ, അയാളാണെങ്കിൽ മുൻപൊരു മരണത്തിന് ഒരു ഫ്രീസർ കൊടുത്തിരുന്നു. എന്നാൽ അവിടെ വെച്ച് ആരുടെയോ മാല മോഷണം പോവുകയും ആ മോഷ്ടിച്ച ആളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പെട്ടിക്കുള്ളിലേക്ക് മാല ഒളിപ്പിക്കുകയും ചെയ്തു. ആ പെട്ടി ഏതെന്നാൽ ഹാലസത്തിന് കൊടുത്ത ആ ഒരു പെട്ടിയിൽ തന്നെയായിരുന്നു മാല ഒളിപ്പിച്ചിരുന്നതും. അങ്ങനെ അയാളെയും കൊണ്ട് പോലീസ് അവിടെ വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്രീസറിന്റെ ഓണർ പറയുന്നത് അത് മറ്റൊരു മരണ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, അവിടെ നിന്നും എനിക്ക് ഇപ്പോഴൊന്നും എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പോലീസുകാരൻ പറയുന്നത് അതിനുള്ളിൽ ഇയാളെ മാല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്,
ആ മാല കിട്ടാതെ നീ ഇനി കട തുറക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് കടയും പൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. വേറെ വഴിയില്ലാതെ ഫ്രീസർകാരനാണെങ്കിൽ നേരെ സ്വാമിക്കും ദുരയ്ക്കും അടുത്തെത്തി കാര്യം അവതരിപ്പിക്കും. പക്ഷെ അവരാണെങ്കിൽ ഫ്രീസർ തുറന്നു കൊടുക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. എത്ര കെഞ്ചിയിട്ടും അവർ ഫ്രീസർ തുറന്നു കൊടുക്കുന്നതേയില്ല. അതേസമയം തന്നെയായിരുന്നു ഈ വിവരമെല്ലാം അറിഞ്ഞ് സുബ്രഹ്മണ്യവും സ്വാമിനാഥനും ഹാലിസത്തിന്റെ വീട്ടിലേക്ക് എത്തി. സുബ്രഹ്മണ്യത്തിന്റെയും സ്വാമിനാഥന്റെ ഉദ്ദേശം ഹാലിസത്തിന്റെ കൈവശമുള്ള ആ ഒരു ഉത്തേജന ഗുളിക അത് കൈക്കലാക്കുക അത് തന്നെയായിരുന്നു. എന്നാൽ അതേസമയം തന്നെയായിരുന്നു മറ്റൊരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് ആ ഒരു ഫ്രീസറിന് മുകളിലേക്ക് വീണ് അയ്യോ എന്റെ ചേട്ടൻ പോയേ എന്ന് പറഞ്ഞ് കരയുവാനായും തുടങ്ങിയത്. അവരെ കണ്ടതും സുബ്രഹ്മണ്യവും സ്വാമിനാഥനും പിറകിലേക്ക് വലിയുന്നത് സ്വാമി കണ്ടിരുന്നു. ഇതാരാ ഇവർ, എന്തിനാ ഇവർ ഇങ്ങനെ കരയുന്നത് എന്നൊക്കെ സ്വാമി തിരക്കുന്ന സമയത്ത് സുബ്രഹ്മണ്യവും സ്വാമിനാഥന് പറയും അവരുടെ പേരാണ് വനിത. ഹാലസത്തിന്റെ ഒരു ചെറിയ സെറ്റപ്പ് ആണെന്നുള്ള കാര്യവും അവർ തുറന്നു പറയുന്നു. എന്നാൽ അവിടെ എത്തിയ വനിത പറഞ്ഞു കരയുന്നത് നിങ്ങളുടെ അരഞ്ഞാണമെങ്കിലും എനിക്ക് താലിയാക്കി തരുവാനായിട്ട് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് കരയുന്നത് കേട്ട് ഹാലിസത്തിന്റെ ഭാര്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരും. ഹാലിസത്തിന്റെ ഭാര്യയും ഈ വനിതയും തമ്മിൽ ചെറിയ വഴക്ക് നടക്കും. അപ്പോൾ ഹാലിസയുമായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിക്കുന്ന സമയത്ത് വനിത പറയുന്നത് ഞാനെങ്കിൽ ഹാലിസത്തിന്റെ ഫോണിൽ വിളിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്ന് പറയും. ഉടനെ തന്നെ വനിത തന്റെ ഫോൺ എടുത്ത് ഹാലിസത്തിന്റെ ഫോണിൽ വിളിക്കും. അപ്പോൾ കോള് ചെല്ലുന്ന സമയത്ത് വനിതയുടെ പേര് സേവ് ചെയ്തിട്ടിരിക്കുന്നതും മാത്രമല്ല ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള റിംഗ് ടൂണുമാണ് ഇട്ടിരുന്നത്. അതിൽ നിന്നും വനിത പറയുന്നത് സത്യമാണെന്നും അവർക്ക് മനസ്സിലായി. മാത്രമല്ല ഒരു തെളിവ് കൂടി വനിത പറയും. അതെ, ഹാലിസത്തിന്റെ തൊടയില് ഒരു കറുത്ത മറുകുണ്ട്. അത് നിങ്ങൾ നോക്ക്, അപ്പോൾ ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാമല്ലോ. പിന്നെ അയാളുടെ ഭാര്യ കൊടുക്കുന്നതിന്റെയും സുഖം ഞാൻ അയാൾക്ക് കൊടുത്തിട്ടുണ്ട്. അയാളുടെ ഭാര്യ അങ്ങനെ സുഖം കൊടുക്കുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനയാൾ എന്റെ അടുത്തേക്ക് വന്നു എന്നൊക്കെ വനിത ചോദിക്കുമ്പോൾ അത് കേട്ട് ഹാലിസത്തിന്റെ ഭാര്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. മാത്രമല്ല വനിതയാണെങ്കിൽ ആ ഒരു ഫ്രീസർ തുറക്കണമെന്നും തുടയിലുള്ള മറുക് കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് ആ ഒരു ഫ്രീസർ തുറക്കുവാനായും ശ്രമിക്കും. എന്നാൽ അത് കാണുന്ന സ്വാമിയും ദുരയും ചേർന്ന് അവരെ തടയുന്നു. മാത്രമല്ല എല്ലാവരും തടയുവാനായി നോക്കും. എല്ലാവർക്കും ആണെങ്കിൽ വല്ലാത്ത ടെൻഷനാണല്ലോ. എങ്ങനെയായാലും അത് തുറന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രൈവറ്റ് പാർട്ടിന്റെ കാര്യം ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അത് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് വനിതയെ തടയുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ വനിതയുടെ കൈ വന്ന് ആ ഒരു ഫ്രീസറിന് മുകളിൽ തട്ടി അതിന്റെ ചില്ല് പൊട്ടുന്നു. ആ ഒരു ചില്ല് പൊട്ടിയതോടുകൂടി എല്ലാ കള്ളത്തരങ്ങളും പുറത്തായെന്ന് ഹാലിസത്തിന്റെ കുടുംബം കരുതി. എന്നാൽ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ ഹാലിസത്തിന്റെ പ്രൈവറ്റ് പാർട്ട് താഴ്ന്നു പോയിരിക്കുന്ന കാര്യം ഹാലിസത്തിന്റെ കുടുംബം കാണുന്നു. അതോടുകൂടി അവർക്ക് സമാധാനമാകും. അതെങ്ങനെയാണ് സംഭവിച്ചതെന്നാൽ ചില്ല് പൊട്ടിയ സമയത്ത് വനിതയുടെ കൈ വന്ന് ഹാലിസത്തിന്റെ പ്രൈവറ്റ് പാർട്ടിൽ ഇടിച്ചു. അങ്ങനെയാണ് അത് താഴ്ന്നു പോയതും. ഹാലസത്തിന്റെ പ്രൈവറ്റ് പാർട്ട് താഴ്ന്നതോടുകൂടി എല്ലാവർക്കും സമാധാനമായി. സമാധാനത്തോടുകൂടി മരണാനന്തര ചടങ്ങ് നടത്തുവാനായും തീരുമാനിച്ചു. എന്നാൽ ആ ഫ്രീസറിന്റെ ഓണർക്കാണെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ നടക്കുന്ന സമയത്ത് ആ ഒരു ഫ്രീസറിനുള്ളിൽ നിന്നും മാലയും കിട്ടുന്നു. അങ്ങനെ ഓണർക്കും സമാധാനമാകും. മരണാനന്തര ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോർമൽ ആയതോടുകൂടി ഹാലിസത്തിന്റെ ഭാര്യയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആ ഒരു സന്തോഷത്തിൽ വനിതയെയും മരണാനന്തര ചടങ്ങുകളിലൊക്കെ പങ്കെടുപ്പിച്ചു. കാരണം എന്തെന്നാൽ വനിത വന്ന് ഇത്രയും ഒരു പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടാണല്ലോ നാണക്കേടിൽ നിന്നും ആ ഒരു കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടത്. ആ ഒരു സന്തോഷത്തിലാണ് ദേഷ്യമെല്ലാം മറന്ന് വനിതയെ ചടങ്ങിലെല്ലാം പങ്കെടുപ്പിച്ചത്. അങ്ങനെ ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് കഴിയുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് രാജേഷിന് ഹാലസ്യം മരിച്ചു കഴിഞ്ഞിട്ടും ഹാലസ്യത്തിനോടുള്ള ദേഷ്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല. അത് ശ്രദ്ധിക്കുന്ന ആ രാജേഷിന്റെ കൂട്ടുകാരൻ ചോദിക്കുന്നുണ്ട്, ആ കിളവൻ ചത്തില്ലേ, പിന്നെ നിനക്കെന്തിനാ ഇപ്പോഴും അയാളോടുള്ള ദേഷ്യം ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് രാജേഷ് ഒരു കാര്യം തുറന്നു പറയുന്നു. അന്ന് കുളിക്കടവിൽ നിന്നും രാജേഷിനെ പൊക്കിയ ഹാലസ്യമാണെങ്കിൽ രാജേഷിനെ തല്ലിയില്ലേ? യഥാർത്ഥത്തിൽ അവിടെ അതല്ല സംഭവിച്ചത്. കുളിസീൻ കണ്ടുകൊണ്ട് നിന്നത് ഹാലസ്യവും ഹാലസ്യത്തിന്റെ രണ്ട് ഫ്രണ്ട്സ് ആയിട്ടുള്ള സുബ്രഹ്മണ്യവും സ്വാമിനാഥനുമായിരുന്നു. അത് കണ്ടുകൊണ്ട് വന്നത് രാജേഷ് ആയിരുന്നു. രാജേഷ് മാത്രമാണല്ലോ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഹാലസ്യത്തിന് രാജേഷ് വഴക്ക് പറയുമ്പോൾ ഹാലസ്യമാണെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആളാകുവാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുന്നിൽ ആളാകുവാൻ വേണ്ടിയിട്ട് ഹാലസ്യവും കൂട്ടുകാരും ചേർന്ന് രാജേഷിനെ പിടിച്ചങ്ങ് തല്ലി. ആ ഒരു ദേഷ്യമാണ് രാജേഷിന്റെ മനസ്സില്. അതോടുകൂടി ഒരു തെറ്റും ചെയ്യാത്ത രാജേഷ് എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടില്ലേ? അതിന് പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ടാണ് രാജേഷ് ഇങ്ങനെ നടക്കുന്നതും ഇപ്പോഴും ഹാലസ്യത്തിനോടുള്ള ദേഷ്യം രാജേഷിന്റെ മനസ്സിലുള്ളതും. എന്നാൽ ഇത്രയും പ്രശ്നം നടക്കുവാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഹാലസ്യവും കൂട്ടുകാരും കുളിസീനൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് നേരെ തിരിച്ചു പോയല്ലോ. ഹാലസ്യത്തിന്റെ കൈവശം ഒരു ഗുളികയും ഉണ്ടെന്ന് കൂട്ടുകാരോട് പറഞ്ഞിരുന്നല്ലോ.
യഥാർത്ഥത്തിൽ ആ ഒരു ഗുളിക ലൈംഗിക ഉത്തേജന ഗുളികയായിരുന്നു. ഹാലിസത്തിന് കുളിസിൻ കണ്ടു കഴിഞ്ഞതും വനിതയുടെ അടുത്തേക്ക് പോകണമെന്ന ആഗ്രഹമുണ്ടായി. വനിതയുടെ അടുത്ത് പോകുന്നതിന് മുൻപ് തന്നെ ആ ഒരു ഗുളിക കഴിച്ചിട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഹാലിസിൻ മരിച്ചു പോയതും ഇത്രയും പ്രശ്നമുണ്ടായതും. സുബ്രഹ്മണ്യനും സ്വാമിനാഥനും ഹാലിസത്തിന്റെ വീട്ടിൽ കിടന്ന് കറങ്ങിയത് ആ ഒരു ലൈംഗിക ഉത്തേജന ഗുളികയ്ക്ക് വേണ്ടിയിട്ടായിരുന്നല്ലോ. അങ്ങനെ അവർ ഗുളിക കണ്ടുപിടിച്ചു. അതിൽ നിന്നും ഹാലിസിം ഒരു ഗുളിക കഴിച്ചിരുന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. 3 ഗുളികയാണുള്ളത്, അതിലിപ്പോൾ 2 ഉള്ളൂ. അങ്ങനെയാണ് ഹാലിസത്തിന് ഇത്രയും പ്രശ്നമുണ്ടായതെന്നുള്ള കാര്യം സുബ്രഹ്മണ്യനും സ്വാമിനാഥനും മനസ്സിലായി. അങ്ങനെ സത്യമെല്ലാം തെളിഞ്ഞിരിക്കുകയാണല്ലോ. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.